വാഹനാപകടങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് വളരെയധികം എല്ലാവർക്കും വേദന പരത്തുന്ന ഒന്ന് തന്നെയാണ്. ശ്രദ്ധിച്ചു വാഹനം ഓടിക്കാതെ നമ്മുടെ അശ്രദ്ധ കാരണം മറ്റൊരാളുടെ ജീവൻ, അതും യാതൊരു തെറ്റും ചെയ്യാത്ത മറ്റൊരാളുടെ ജീവൻ ആപത്തിലാക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളൊരു കുടുംബത്തിൻ്റെ ഒരു അത്താണി നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ മണിമലയിൽ നിന്ന് വരുന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയും ഒരേ സമയം കണ്ണീരിലാഴ്ത്തുകയും ചെയ്യുന്നതാണ്. ഒരു കുടുംബത്തിൽ തന്നെ ഇതിനു മുൻപ് 2 വാഹനാപകടങ്ങൾ സംഭവിച്ചതുകൊണ്ട് തന്നെ എല്ലാവരും ആ കുടുംബത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരുന്നു. പലപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വാഹനം നൽകി വിടാൻ പോലും പ്രയാസമായിരുന്നു. അത്തരത്തിൽ തന്നെയായിരുന്നു ജോർജി എബ്രഹാമും 25 വർഷമായി ജീവിച്ചിരുന്നത്. പാലക്കാട് അട്ടപ്പാടിയിൽ വാഹനാപകടത്തിൽ മരിച്ച മണിമല സ്വദേശിയായ യുവാവിൻ്റെ സംസ്കാരം നാളെ നടക്കാനിരിക്കെ എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ജോർജിയുടെ ചിരിക്കുന്ന മുഖം കണ്ട് കണ്ണീരടക്കാതെയാണ് ഇരിക്കുന്നത്. കോട്ടയം മണിമല പൊന്തൻപുഴ സ്വദേശിയായ കൊച്ചിടശ്ശേരി ഷാജിയുടെ മകനാണ് ജോർജി എബ്രഹാം. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മാതാപിതാക്കളോടുമൊക്കെ തന്നെ വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന നാട്ടുകാരുടെ എല്ലാവരുടെയും പൊന്നോമനയായിരുന്നു ഈ ജോർജി എബ്രഹാം. പാലക്കാട് മണ്ണാർക്കാട് അട്ടപ്പാടി നെല്ലിപ്പതി ഗൂളിക്കടവ് റോഡിൽ നടന്നു പോകുന്നതിനിടയിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. അപകടമുണ്ടാക്കിയ കാറ് നിർത്താതെ പോവുകയായിരുന്നു. റോഡിൽ ബോധമില്ലാതെ കിടക്കുന്ന കണ്ട ജോർജിയെ നാട്ടുകാർ അഗളി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മോർച്ചറിക്ക് പുറത്ത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എത്തിക്കുന്ന സമയം അമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാകാതെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ കൂടെ നിൽക്കുകയാണ്. ജീവൻ രക്ഷിക്കാനായില്ല എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ ബന്ധുക്കളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്താൻ ശ്രമിച്ചു. ജോർജിയെ ഇടിച്ച ശേഷം കടന്നു കളഞ്ഞ കാറ് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും ഓടിച്ചിരുന്ന ഡ്രൈവറിനെ ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഒരു നിമിഷത്തെ അശ്രദ്ധയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കി. ജീവിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സ്വപ്നങ്ങളുമായി MSW പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ടായിരുന്നു പാലക്കാട്ടേക്ക് പോയത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്നൊരു കാര്യമായി മാറി. അമൃത വിശ്വവിദ്യാപീഠത്തിലെ 2ാം വർഷ MSW വിദ്യാർത്ഥിയായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ രാവിലെ 8 മണിക്ക് വീട്ടിൽ ആരംഭിക്കുന്നതും തുടർന്ന് കാറിക്കാട്ടൂർ സെൻറ് തോമസ് മാർത്തോമ പള്ളിയിൽ നടത്തപ്പെടുന്നതുമാണ്. ഇപ്പോൾ ജോർജിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തുന്നവരെല്ലാം കണ്ണീർ കടലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ മുൻപ് വാഹനങ്ങൾ കാരണം അല്ലെങ്കിൽ വാഹനാപകടത്തിൽ മരിച്ചുപോയ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ജോർജിയുടെ പിതാവിനും അമ്മയ്ക്കും വളരെയധികം തന്നെ സങ്കടമായിരുന്നു. അവനെ അങ്ങനെ വാഹനത്തിൽ വിടില്ല എന്നതും വാഹനാപകടം ഉണ്ടാവരുത് എന്നതും അവരുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഓരോ തവണയും ആ കുടുംബത്തിൽ നിന്ന് ഓരോ കുട്ടികളും ആളുകളും വണ്ടിയിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. വാഹനാപകടം ഉണ്ടാവരുത് എന്നും വാഹനാപകടം കാരണം ഒരു കുടുംബം നശിച്ചു പോകുന്നത് അവർ കണ്ടതുമായിരുന്നു. 1 അല്ല 2 പേരുടെ മരണമാണ് അവർക്ക് സാക്ഷിയായുള്ളത്. എന്നാൽ ജോർജിയും അത്തരമൊരു അപകടത്തിലേക്ക് തന്നെയാണ് അവസാനം പോയത്.